ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു MinuzWorld. ഇന്ന് ഒരു ഈസി ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് പത്തിരിക്ക്, പൊറോട്ടയ്ക്ക്, വെള്ളപ്പത്തിന്, ഇടിയപ്പത്തിന് എന്തിനു വേണമെങ്കിലും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലേക്ക് 2-4 ഏലക്കായ, അതുപോലെ ഒരു കഷ്ണം പട്ട, ഒരു 4-5 ഗ്രാമ്പു എന്നിവ ഇട്ടിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളകൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഇഞ്ചി 1 ടേബിൾ സ്പൂണ്, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂണാണ് കേട്ടോ. ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായി കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഓവർ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സവാളയൊക്കെ ബ്രൗൺ കളർ ആവും. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും അതുപോലെ ഒരു ക്യാരറ്റ് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഓപ്ഷണലാണ്, നമുക്ക് ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചേർത്തില്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതും ചെയ്തെടുക്കാൻ. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചിക്കനാണ് കേട്ടോ. 250 ഗ്രാം ചിക്കനാണ് ഞാനിപ്പോൾ അവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമ്മളിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഈ ഒരു ചൂടിൽ തന്നെ ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ. കുറച്ച് സമയം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങും കേട്ടോ. ഈ ചിക്കൻ്റെ കളറൊക്കെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറി തുടങ്ങും. ആ ഒരു സമയം വരെ നമുക്കിതിങ്ങനെ വഴറ്റിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളിതിൽ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നോൺ സ്റ്റിക്ക് പാനിലാകുമ്പോൾ പിന്നെ അത്രയ്ക്ക് പേടിക്കാനില്ല കേട്ടോ, അങ്ങനെ പെട്ടെന്നൊന്നും അടി പിടിക്കില്ല. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചിക്കനൊക്കെ ഒരു വൈറ്റ് കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ 2-ാം പാലാണ് കേട്ടോ. തേങ്ങ ചിരകിയിട്ടുള്ളതാണെങ്കിൽ 2-ാം പാൽ. നിങ്ങൾ കയ്യിൽ പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂണിൽ 2 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കിയ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു വെള്ളത്തിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായ കുരുമുളക് ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് നല്ല വൈറ്റാണ് വേണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് കുറച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയാൽ മതിട്ടോ എരിവിന്. ഇപ്പോൾ ഇതാ തളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതിപ്പോൾ ഒരു 4 പേർക്കൊക്കെ കഴിക്കാനുള്ള കറി ഉണ്ടാവും കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാവും. ഇത് കണ്ടോ, നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വേവിച്ചാൽ തന്നെ മതിയാവും കേട്ടോ. കാരണം നമ്മൾ ചിക്കൻ ഓൾറെഡി നല്ലോണം വഴറ്റിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാലൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അതൊക്കെ ഓരോ പീസസ് എടുത്തിട്ട് കറി ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. കുറച്ചെടുത്താൽ മതി. നമ്മൾ ഒരു കിഴങ്ങ് മൊത്തം ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് മൊത്തം ഒന്നും എടുക്കേണ്ട. ഒരു 5-6 കഷ്ണം എടുത്തിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാ ചൂടോടെ തന്നെ അതിൽ വെച്ചിട്ട് ഇതേപോലെ എന്തെങ്കിലും സ്ട്രെയിനർ വെച്ചിട്ട് അതിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങ ചിരകിയ പാലാണെങ്കിൽ 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ പൊടിയാണെങ്കിൽ 2 ടേബിൾ സ്പൂണ് 1 കപ്പ് വെള്ളത്തിൽ വേണം കലക്കിയിട്ട് അതൊഴിച്ച് കൊടുക്കാൻ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കണം കേട്ടോ. ഒരിക്കലും തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തീ ഓൺ ചെയ്യരുത്.
ഇനി ഇതിലേക്ക് പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഒരു നമ്മുടെ കൈ നിറയെ ചീരുള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി എടുത്തിട്ട് അരിഞ്ഞിട്ട് ഒരു വെളിച്ചെണ്ണയിലിട്ടിട്ട് ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്ന കറിയുടെ ഒരു ടേസ്റ്റേ മാറും കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു ഇതാണ്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു കാര്യം ചെയ്യാൻ ആരും മറക്കരുത്. ചീരുള്ളി എത്ര ഇടുന്നതോ അത്രയും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക് വരുന്നുണ്ടാവുക. ഇപ്പോൾ ഇതാ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോട് കൂടിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ കറി ചെയ്യുന്ന പോലെ ഇതിട്ട് ഇളക്കരുത്. കാരണം ഇതുപോലെ അടച്ചു വെക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 5-10 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വേണം നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാൻ. അപ്പോഴേക്കും നമ്മൾ ഈ വറവ് ചെയ്തതിൻ്റെ ഉള്ളിയുടെ ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ, നല്ലോണം ഈ കറിക്ക് വന്നിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് ഇടുന്നത് ഇഷ്ടമാണെങ്കിൽ ഈ ഉള്ളി വാട്ടുന്നതിന് മുമ്പായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇടാം കേട്ടോ. നമുക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ചേർക്കാതിരുന്നത്. ഇതാ നമ്മളുടെ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. കാരണം ഇതൊരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഡിഷാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മിനൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും.